नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में पत्र लेखन के बारे में पढ़ा। असल में पत्र लेखन क्या है, उसका स्थान क्या है, इसके बारे में पढ़ा। पत्र लेखन असल में एक कला है। ये मानव सभ्यता के विकास की एक महत्वपूर्ण उपलब्धि है और मानव के सामाजिक जीवन में पत्र व्यवहार का एक महत्वपूर्ण स्थान है। सामाजिक प्राणी होने के कारण मनुष्य अपने हाव भाव और विचारों को व्यक्त करने के लिए, प्रकट करने के लिए, दूसरों के सामने प्रकट करने के लिए पत्र लेखन उपयोग करते हैं। दूरस्थ व्यक्तियों के साथ आदान प्रदान के लिए एक माध्यम के रूप में पत्र व्यवहार को अपना विशेष स्थान है। प्रतिदिन हमारा समाज दिन ब दिन विकास की ओर बढ़ता जा रही है। पत्र व्यवहार के माध्यम से दूर बैठे व्यक्ति से भी निकट का संबंध स्थापित हो जाता है। നെക്സ്റ്റ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, पत्रव्यवहार को हम सुविधा के लिए 4 प्रकारों में बांट सकते हैं। ഇവിടെ നമ്മൾ കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ ലെറ്ററിൽ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് 4 തരത്തിൽ അതിനെ വിഭജിച്ചിട്ടുണ്ട്. पत्र के विभिन्न प्रकार, पत्रों के प्रकार क्या क्या है, 4 ആയിട്ട് അവിടെ തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ वैयक्तिक या व्यक्तिगत पत्र, पारिवारिक पत्र एന്നും निजी पत्र എന്നൊക്കെ പറയുന്നത് वैयक्तिक या व्यक्तिगत പത്രമാണ്. രണ്ടാമത്തെ സാമാജിക് പത്രമാണ്. മൂന്നാമത്തെ വ്യാവസായിക് പത്ര. നാലാമത്തെ കാര്യാലയി പത്ര. അപ്പോൾ ഇവിടെ 4 തരത്തിലുള്ള ലെറ്ററാണുള്ളത്. വൈയക്തിക യാ വ്യക്തിഗത പത്ര, വ്യക്തിപരമായിട്ടുള്ളത്, പേഴ്സണലായിട്ടുള്ള ലെറ്റർ. സാമാജിക സോഷ്യൽ ലെറ്റർ, സാമൂഹികമായിട്ടുള്ള ലെറ്റർ, കത്ത്. വ്യാവസായിക പത്ര, വ്യാവസായിക അതായത് കൊമേഴ്സ്യൽ ലെറ്റർ. കാര്യാലയി പത്ര, ഒഫീഷ്യൽ ലെറ്റർ. ഈ 4 തരത്തിലുള്ള 4 തരമായിട്ട് അതിനെ ഈ പത്രവ്യവഹാരനെ വിഭജിച്ചിരിക്കുകയാണ്. അതിലെ ആദ്യത്തെ നമുക്ക് വ്യക്തിഗത പത്രമാണ്. വ്യക്തിഗത പത്രം നമ്മൾ 2-3 പേര് പറഞ്ഞു. വൈയക്തിക് പത്രം എന്ന് പറയും, അതുപോലെ തന്നെ നിജി പത്രം എന്ന് പറയും, പാരിവാരിക് പത്രം എന്ന് പറയും. ഇതെല്ലാം വ്യക്തിഗത പത്രത്തിന് പറയുന്ന പേരുകളാണ്. എന്താണ് വ്യക്തിഗത പത്രം? अपने सगे संबंधियों तथा मित्रों को लिखे जाने वाले पत्र इसके अंतर्गत आते हैं. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് अपने सगे संबंधियों, നമ്മുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്. മിത്രോംകോ ലിഖേ ജാനെ വാലെ, അപ്പോൾ റിലേറ്റീവ്സിൻ്റെ പേരിൽ, അതുപോലെ തന്നെ കൂട്ടുകാർക്ക് എഴുതുന്ന ലെറ്ററാണ് നമ്മുടെ പേഴ്സണൽ ലെറ്ററിൻ്റെ അല്ലെങ്കിൽ വ്യക്തിഗത പത്രൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നത്. ഇനി നിജി പത്ര ബി കത്തെ, അതിനെ നിജി പത്രം എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് പരിവാർ കെ കിസി സദസ്യ സംബന്ധിക്കോ ലിഖേ ജാനെ വാലെ പത്ര, നമ്മുടെ കുടുംബത്തിൽ തന്നെ ആർക്കെങ്കിലും നമ്മൾ എഴുതുകയാണെങ്കിൽ അത് നമ്മൾ വ്യക്തിഗത പത്രത്തിലാണ് വരുന്നത്. ഇതിന് നമ്മൾ നിജി പത്രം എന്നും പറയുന്നുണ്ട്. അതുമാത്രമല്ല മിത്രോംകോ ലിഖേ ജാനെ വാലെ പത്ര ബി ഇൻകെ അന്തർഗത് ആത്തെ ഹെ, അത് കൂട്ടുകാർക്ക് എഴുതുന്ന, റിലേറ്റീവ്സിന് മാത്രമല്ല കൂട്ടുകാർക്ക് എഴുതുന്ന ലെറ്ററും നമ്മുടെ വ്യക്തിഗത പത്രത്തിലാണ് ഉൾപ്പെടുന്നത്. രണ്ടാമത്തെ നമ്മൾ പറയുന്നത് സാമാജിക പത്രമാണ്. എന്താണ് സോഷ്യൽ ലെറ്റർ? സാമൂഹികമായിട്ടുള്ള കത്ത്. സാമൂഹിക കത്ത് എന്ന് പറയുന്നത് എന്താണ്? സാമാജിക് ഗതിവിധിയാം ജൈസെ നിമന്ത്രൺ ദേന, ബധായി, संताप सूचित करना, इनका जवाब आदि परिचित या अपरिचित लोगों को लिखे जाने वाले पत्र इसके अंतर्गत आते हैं. ഏതെല്ലാമാണ് സാമാജിക് പത്രത്തിൽ ഉൾപ്പെടുന്നത്? എന്തൊക്കെയാണ്? സാമാജിക് ഗതിവിധിയാം ജൈസെ നിമന്ത്രൺ ദേന, സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. അതായത് ഇവിടെ പറയുന്നുണ്ട് നിമന്ത്രൺ ദേന, ക്ഷണിക്കാനായിട്ട്.
ക്ഷണക്കത്ത് നമ്മൾ പറയും, നിമന്ത്രൺ പത്ര. അതുപോലെ ബധായി, ആശംസകൾ, അഭിനന്ദനങ്ങൾ അറിയിക്കാനായിട്ട്. പരീക്ഷയിൽ പാസ്സായി, നല്ല മാർക്കോടുകൂടി പാസ്സായി, നമ്മൾ അഭിനന്ദനം അറിയിച്ചുകൊണ്ട്, ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ലെറ്റർ. അതുപോലെ വിവാഹ ക്ഷണക്കത്ത്, നിമന്ത്രണ ദേന എന്ന് പറയുന്നത് ക്ഷണിക്കാനായിട്ട്. അതുപോലെ സന്താപ് സൂചിത് കർണ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ദുഃഖകരമായൊരു വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദുഃഖം അറിയിച്ചുകൊണ്ടുള്ള ലെറ്റർ, സന്താപ് സൂചിത് കർണ അല്ലെങ്കിൽ ശോക സൂചിത് കർണ. അതുപോലെ ഇൻകാ ജവാബ്, ഈ ലെറ്ററിനുള്ള മറുപടികൾ. ആദി പരിചിത് യാ അപരിചിത് ലോകം കോ ലിഖേ ജാനെ വാലെ പത്ര ഇസ്കെ അന്തർഗത ആത്തെ ഹെ. ഇതിൽ പറയുന്നുണ്ട് ഇതിൻ്റെ മറുപടി കത്തും അതുപോലെ തന്നെ ഈ തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ പരിചയത്തിലുള്ളവരും അപരിചിതരായിട്ടുള്ള ആളുകളായിട്ട് അവർക്ക് എഴുതുന്ന ഈ ലെറ്ററുകളൊക്കെ നമ്മുടെ സാമാജിക് പത്രയ്ക്ക് അന്തർഗത് ആത്തെ ഹെ. സാമൂഹിക കത്തിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ വക കാര്യങ്ങളാണ്. അപ്പോൾ സോഷ്യൽ ലെറ്ററിൽ എന്തെല്ലാമാണ് വരുന്നത്? അതായത് സാമാജിക് ഗതിവിധിയാം ജൈസെ നിമന്ത്രൺ ദേന, വിവാഹ നിമന്ത്രൺ ദേന, परीक्षा में पास होने के कारण बधाई देना, അതുപോലെ തന്നെ संताप या शोक सूचित करने के लिए इन पत्रों का जवाब आदि परिचित या अपरिचित लोगों को लिखे जाने वाले पत्र. നമ്മൾ പരിചയത്തിലുള്ള ആളുകളായിരിക്കും, ചിലപ്പോൾ അപരിചിതരായിട്ടുള്ള ആളുകളായിരിക്കാം. അവർക്ക് എഴുതുന്ന ഈ ലെറ്ററുകളൊക്കെ സാമാജിക് പത്രയ്ക്ക് അന്തർഗത് ആത്തെ ഹെ. സാമൂഹികമായിട്ടുള്ള ഈ കത്തിടപാടുകളിൽ വരുന്നത് ഇതെല്ലാമാണ്. നെക്സ്റ്റ് നമ്മൾ മൂന്നാമത്തെ വ്യാവസായിക് പത്രം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് വ്യാവസായിക് പത്രം എന്ന് പറയുന്നത്. നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് വ്യാവസായിക് പത്ര, കൊമേഴ്സ്യൽ ലെറ്റർ എന്ന് പറയുന്നത്. അത് കൊമേഴ്സ്യൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വിഭിന്ന പ്രകാർക്കെ പത്ര അത് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വ്യക്തിഗത പത്രം എന്താണ്, അതല്ലെങ്കിൽ വ്യാവസായിക് പത്രം എന്താണ്, 2 മാർക്കിൻ്റെ അങ്ങനെയും ചോദിക്കാവുന്നതാണ്. അപ്പോൾ വ്യാവസായിക് പത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപാരിക് തഥാ വ്യാവസായിക് സംസ്ഥാओं, बैंकों आदि के नाम लिखे जाने वाले सभी प्रकार के पत्र तथा नौकरी पाने के लिए लिखे जाने वाले आवेदन पत्र आदि इनके अंतर्गत आते हैं. വ്യാവസായിക് പത്രത്തിൽ വരുന്നത് വ്യാപാരിക് തഥാ വ്യവസായ സംസ്ഥാവും, വ്യാപാര സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യാവസായിക സ്ഥാപനങ്ങൾ, ബാങ്കുകൾ മുതലായവയുടെ പേരിൽ നമ്മൾ എഴുതുന്ന എല്ലാ തരത്തിലുള്ള ലെറ്റർ. നമ്മളിതിൽ വരുന്ന കാര്യങ്ങൾ നോക്കുക. व्यापारिक तथा व्यावसायिक संस्थाओं, बैंकों आदि के नाम लिखे जाने वाले सभी प्रकार के पत्र. വ്യാവസായിക സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങൾ, ബാങ്കുകൾ മുതലായവയുടെ പേരിൽ എഴുതുന്ന എല്ലാ തരത്തിലുള്ള കത്തുകളും, അതുപോലെ തന്നെ നൗക്കരി പാനയ്ക്ക് ലിയേ ലിഖേ ജാനെ വാലെ ആവേദൻ പത്ര, നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ലെറ്റർ നമ്മൾ തയ്യാറാക്കി എഴുതുന്നു, അതും നമ്മുടെ ആവേദൻ പത്രം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ലെറ്റർ, അതും വ്യാവസായിക് പത്രയ്ക്ക് അന്തർഗത് ആത്തെ ഹെ. കൊമേഴ്സ്യൽ ലെറ്ററിൻ്റെ ഉള്ളിലാണതും ഉൾപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് जो इन पत्र व्यवसाय पत्रों का संबंध व्यक्ति के अपने व्यवसाय से होता है. വ്യവസായമായിട്ടായിരിക്കാം. एक व्यवसायी किसी अन्य व्यवसायी अथवा ग्राहक को व्यवसाय में संबंधित जो पत्र लिखता है. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും വ്യവസായിയോ ഏതെങ്കിലും വ്യാപാരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റമറോ വ്യവസായവുമായി ബന്ധപ്പെട്ട് ലെറ്റർ എഴുതുക, അത് നമ്മുടെ വ്യവസായ പത്രം എന്ന് പറയുന്നത് അതിനെയാണ്. ഒരു കസ്റ്റമർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യാപാരി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിഷേഴ്സിൻ്റെ പേരിലായിരിക്കാം, പുസ്തകങ്ങൾ ഓർഡർ ചെയ്യുന്നതായിരിക്കാം. ഇതൊക്കെ നമ്മുടെ കൊമേഴ്സ്യൽ ലെറ്ററിലാണ് പെടുന്നത്. ഇത് കൂടാതെ നമ്മൾ ജോലിക്ക് അപേക്ഷകളായിരിക്കുമല്ലോ, ഏത് സ്ഥാപനങ്ങളിലായാലും ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ലെറ്റർ വയ്ക്കും, ആപ്ലിക്കേഷൻ തയ്യാറാക്കുന്നുണ്ട്, ബയോഡാറ്റ തുടങ്ങിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളത് ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അതിൽ ആവേദൻ പത്രം വ്യാവസായിക് പത്രയ്ക്ക് അന്തർഗത് ആത്തെ ഹെ. ഈ വ്യാവസായിക കൊമേഴ്സ്യൽ ലെറ്ററിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നതാണ് ഇത്. നാലാമത്തെ കാര്യാലയ പത്രം, ഒഫീഷ്യൽ ലെറ്ററാണ്. ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് ഇവിടെ പറയുന്നുണ്ട് ജോ പത്ര സർക്കാരി ഏവം അർദ്ധ സർക്കാരി സംസ്ഥാओं के कार्यालयों,
तथा अन्य कार्यालयों द्वारा भेजे जाते हैं. ഇപ്പോൾ ഏത് കത്താണ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങളായിരിക്കാം, ചിലപ്പോൾ സെമി ഗവൺമെൻറ് ആവും, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളായിരിക്കും, അവിടുത്തെ ഓഫീസുകൾ, അതുപോലെ അന്യ കാര്യാലയവും ദ്വാര ഭേജ, മറ്റ് ഓഫീസുകൾ മുഖേന അയക്കുന്നു. ये पत्र कार्यालयी पत्र कहलाते हैं. ഈ ലെറ്ററിനെ നമ്മൾ കാര്യാലയി പത്ര എന്ന് പറയുന്നത്, ഒഫീഷ്യലായിട്ടുള്ള ലെറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അവിടുത്തെ ഓഫീസുകൾ മുഖേന അല്ലെങ്കിൽ വേറെ ഓഫീസുകൾ മുഖേന അയക്കുന്ന കത്തുകളാണ് കാര്യാലയി പത്ര എന്ന് പറയുന്നത്. ഖ്യാപൻ, നിവിദാ പ്രപത്ര, अधिसूचना आदि ഇസ് വിഭാഗ് അന്തർഗത് അദ്ദേഹം. അപ്പോൾ കാര്യാലയ പത്രൻ്റെ ഉള്ളിൽ പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഖ്യാപൻ, ഗസറ്റ്, ഗവൺമെൻറ് ഗസറ്റ് പബ്ലിഷ് ചെയ്യുക. അതുപോലെ തന്നെ നിവിദാ പ്രപത്ര, അത് ഗവൺമെൻറ് ടെൻഡർ വിളിക്കും, ലേലം. അതുപോലെ തന്നെ അതിസൂചന, നോട്ടിഫിക്കേഷൻ. ഇതെല്ലാം കാര്യാലയ വിഭാഗ് के अंतर्गत आते हैं. കാര്യാലയ പത്ര के अंतर्गत आते हैं. കാര്യാലയ പത്രൻ്റെ ഉള്ളിൽ പെടുന്നതാണ് ഈ കാര്യങ്ങൾ. ഖ്യാപൻ, നിവിദാ പ്രപത്ര, അതിസൂചന. ഗവൺമെൻറ് സ്ഥാപനങ്ങളെ ഗവൺമെൻറ് ഇറക്കുന്ന ഗസറ്റുകൾ, ജോലിയെ സംബന്ധിച്ചാലും വേറെ എന്തിനെ സംബന്ധിച്ചാലും ഗസറ്റ് വിജ്ഞാപനം ഇറക്കുന്നുണ്ട്, ഗവൺമെൻറ് ഗസറ്റ് ഇറക്കുക. അതുപോലെ തന്നെ ടെൻഡർ വിളിക്കും, നിവിദ, അതായത് വസ്തുക്കൾ ലേലം ചെയ്യാനൊക്കെ ആയിട്ട് അത് ഗവൺമെൻറ് ടെൻഡർ വിളിക്കും. അതുപോലെ നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ അതെല്ലാം നമ്മുടെ കാര്യാലയ പത്രൻ്റെ ഉള്ളിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് പത്രവ്യവഹാർ को हम सुविधा के लिए 4 प्रकारों में बांट सकते हैं. 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 4 എണ്ണം എന്ന് പറയുന്നത് ആദ്യത്തെ വൈയക്തിക് പത്രം അല്ലെങ്കിൽ വ്യക്തിഗത പത്രം, 4 പേരിൽ പറയാം. വൈയക്തിക് പത്രം എന്ന് പറയും, വ്യക്തിഗത പത്രം എന്ന് പറയും, നിജി പത്രം എന്ന് പറയാം, പാരിവാരിക് പത്രം എന്ന് പറയാം. ഇതൊക്കെ നമ്മൾ ഒന്ന് തന്നെയാണ്. അത് വ്യക്തിഗത പത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു अपने सगे संबंधियों को लिखे जाने वाले पत्र, അതുപോലെ തന്നെ मित्रों को लिखे जाने वाले पत्र, ये सब व्यक्तिगत पत्र के अंतर्गत आते हैं. व्यक्तिगत पत्र को निजी पत्र भी कहते हैं. അത് നമ്മൾ നിജി പത്ര, പേഴ്സണൽ ലെറ്റർ എന്നും പറയുന്നില്ല. ചിലപ്പോൾ നമ്മൾ നിജി പത്ര കിസേ कहते हैं എന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ നിജി പത്ര ക്യാ ഹേ, അല്ലെങ്കിൽ വ്യക്തിഗത പത്ര ക്യാ ഹേ എന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എഴുതുന്ന ലെറ്ററാണ് അതിൽ പെടുന്നത്. മകൻ അച്ഛൻ എഴുതുന്നത്, സഹോദരൻ സഹോദരിക്ക് എഴുതുന്നത്, ഫ്രണ്ട്സിന് എഴുതുന്നത്, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തെ നമ്മൾ സാമാജിക് പത്ര പറഞ്ഞത് സോഷ്യൽ ലെറ്ററാണ്. അതിൽ നമ്മൾ പറഞ്ഞു സാധാരണ വരുന്നത് വിവാഹ ക്ഷണക്കത്തുകൾ, വിവാഹത്തിന് നമ്മൾ ക്ഷണിക്കുക, ക്ഷണക്കത്ത് തയ്യാറാക്കുക. അതുപോലെ തന്നെ നല്ല റിസൾട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല റാങ്ക് വാങ്ങിച്ച് പാസ്സായി, എൻട്രൻസിന് ഫസ്റ്റ് റാങ്ക് കിട്ടി, അല്ലെങ്കിൽ +2 റാങ്ക് കിട്ടി. അപ്പോൾ അതിനെ നമ്മൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് ലെറ്റർ എഴുതുന്നു. ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കാം. അത് നമ്മൾ ബധായി പത്ര, ആശംസാ കത്ത്. അതുപോലെ സന്താപ് സൂചിതകന, ഇപ്പോൾ ഏതെങ്കിലും മരണ വാർത്തയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുഃഖം തരുന്ന വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ സന്താപ് സൂചിതകരണ, അതിനെ ദുഃഖം അറിയിച്ചുകൊണ്ടുള്ള നമ്മൾ ലെറ്റർ അയക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെല്ലാം മറുപടി കത്ത്, ഇതിനെല്ലാം നമ്മൾ മറുപടി അയക്കുന്നു. ഇതെല്ലാം സാമാജിക് പത്രക്ക് അന്തർഗത് അദ്ദേഹം. ഇപ്പോൾ നമ്മൾ പരിചയമുള്ള ആളുകളായിട്ടായിരിക്കാം, ചിലപ്പോൾ പരിചയമില്ലാത്ത ആളുകളായിരിക്കാം അത് ഈ ലെറ്ററിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ വ്യാവസായിക് പത്രം എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ആവേദന പത്രം പഠിക്കാനുണ്ട്, ക്രയാദേശ് പത്രമൊക്കെ നമ്മുടെ വ്യവസായ പത്രത്തിലാണ് വരുന്നത്. ബാങ്കുകൾ അക്കൗണ്ട് തുടങ്ങാനായിട്ട് ചെക്ക് പേയ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിലാണ് വരുന്നത്, വ്യവസായ പത്രത്തിലാണ്. ഇപ്പോൾ വ്യവസായ പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു व्यापारिक तथा व्यावसायिक संस्थाओं, बैंकों आदि के नाम लिखे जाने वाले सभी प्रकार के पत्र. व्यापारिक तथा व्यावसायिक संस्थाओं के नाम पर लिखे जाने वाले सभी पत्र, बैंकों के नाम पर लिखे जाने वाले सभी पत्र और नौकरी पाने के लिए लिखे जाने वाले आवेदन पत्र भी
इनके अंतर्गत आते हैं, व्यवसाय पत्र के अंतर्गत आते हैं. അപ്പോൾ പലതരത്തിൽ നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഒരുപാട് നമുക്ക് പഠനം കഴിഞ്ഞ് തയ്യാറാക്കേണ്ടതായിട്ട് വരും. അതിൽ തന്നെ ആവേദന പത്രം നമ്മൾ വരുന്നുണ്ട്, ബയോഡേറ്റയും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതെല്ലാം നമ്മൾ ആവേദന പത്രത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാനായിട്ട്, ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാനായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടല്ലേ ലെറ്റർ, ബുക്ക് ഓർഡർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ DVD ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലെറ്റർ, അങ്ങനെ നമുക്ക് നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ലെറ്റർ, അത് നമ്മൾ വ്യവസായ പത്രത്തിൻ്റെ ഉള്ളിലാണ് ഉൾപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറഞ്ഞു കാര്യാലയ പത്ര, ഒഫീഷ്യലായിട്ടുള്ള ലെറ്ററുകളാണ്. നമ്മളിതിൽ പറയുന്നുണ്ട് ഗവൺമെൻറ്, സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, എന്താണ് ഗവൺമെൻറ്, സെമി ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടത്തേക്ക് കാര്യാലയോ ദ്വാര ഭേജ ജാത്തെ ഹെ, അവിടുത്തെ ഓഫീസുകൾ മുഖേന അയക്കുന്ന കത്തുകളെയാണ്, ആ കത്തിടപാടുകൾ നമ്മൾ കാര്യാലയ പത്രം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പറയുന്നുണ്ട് ഗവൺമെൻറ് ഇറക്കുന്ന ഗസറ്റുകൾ, വിജ്ഞാപനങ്ങൾ, അതുപോലെ ടെൻഡർ വിളിക്കുക, ഗവൺമെൻറ് ഒരു വസ്തു അത് ലേലം ചെയ്ത് കൊടുക്കാനായിട്ട് ടെൻഡർ വിളിക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഇറക്കുക, പരീക്ഷയുമായിട്ട് മറ്റ് എന്തെങ്കിലും കാര്യങ്ങളുമായി സംബന്ധിച്ച് ഗവൺമെൻറ് ഓർഡർ ഇറക്കുക, നോട്ടിഫിക്കേഷൻ ഇറക്കുക, ഇതെല്ലാം കാര്യാലയ പത്രത്തിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ നമുക്ക് എടുക്കാനുള്ളത് ഇത് ഓരോന്നും എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾ അടക്കം, അതായത് നമ്മൾ ലെറ്റർ അടക്കമാണ് നമുക്കിതിൽ വരുന്നത്. വ്യക്തിഗത പത്രത്തിൽ വരുന്ന ലെറ്റർ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ സോഷ്യൽ ലെറ്റർ അത് ഏതൊക്കെയാണ് തുടങ്ങിയവ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഒരു വ്യക്തിഗത പത്രം എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ കൊമേഴ്സ്യൽ ലെറ്റർ ആയാലും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇതിൽ പാരിവാരിക പത്രത്തിൽ നമ്മൾ സാധാരണ എല്ലാവരും നമ്മൾ സ്ഥിരമായിട്ട് ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ ഹിന്ദിയിലായാലും എഴുതി തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ് പേഴ്സണൽ ലെറ്റർ എന്ന് പറയുന്നത്. ഫ്രണ്ട്സിന് എഴുതുന്ന ലെറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. എവിടെ എഴുതണം, ഡേറ്റ് എവിടെ എഴുതണം, അഡ്രസ്സ് എവിടെ എഴുതണം, അതുപോലെ തന്നെ എന്താണ് സംബോധന ചെയ്യേണ്ടത്, സ്വനിർദ്ദേശം എങ്ങനെയാണ് എഴുതേണ്ടത്, കണ്ടൻറ്റ് എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ നമുക്കത് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് വ്യക്തിഗത പത്രത്തെക്കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.